എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ട്രംപ് 2.0 ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പം പ്രധാനമായിട്ടും ട്രംപ് പ്രതിപക്ഷത്തിരുന്നപ്പോഴും ട്രംപ് ആദ്യം ഭരണത്തിൽ വന്നപ്പോഴും ഇപ്പോഴും എല്ലാം സംസാരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഇമിഗ്രേഷനെ പറ്റിയിട്ടുള്ള കാര്യം. അമേരിക്കയിലേക്ക് ഒരുപാട് ഇല്ലീഗലായിട്ട് ഇമിഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ അമേരിക്കയിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ താരിഫിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ട്രംപ് എങ്ങനെയാണ് താരിഫ് ഉപയോഗിച്ചുകൊണ്ട് അത് തടയാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇന്ത്യയിലേക്ക് ആൾക്കാരെ തിരിച്ചയച്ചപ്പം അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ എങ്ങനെയാണ് ട്രംപ് 2.0 ഇമിഗ്രേഷൻ പോളിസിയെ രോഹിത് നോക്കി കാണുന്നത്? നമസ്കാരം. ഇപ്പൊ ട്രംപിന്റെ ഇമിഗ്രേഷൻ പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ട്രംപിന്റെ ഇലക്ഷൻ ജയത്തിന്റെ ഒരു വിന്നിംഗ് പിച്ച് എന്ന് പറയുന്നത് തന്നെ കുറെയൊക്കെ ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു ഭയങ്കര നാഷണൽ എമർജൻസി തക്കമായ ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാഷണൽ എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വെച്ചാണ് നല്ലപോലെ ഇലക്ഷനിൽ ഒരു അപ്പീൽ ഉണ്ടാക്കിയത്. സ്പെസിഫിക്കലി മെക്സിക്കൻ ബോർഡറിൽ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞു തുടങ്ങിയത്. മെക്സിക്കൻ ബോർഡറിൽ കൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺസ് എന്നൊക്കെയാ പറഞ്ഞത്, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആൾക്കാർ, ഡ്രഗ് പെഡ്ലേഴ്സും മോശം ആൾക്കാരൊക്കെ പോർ ചെയ്യുന്നു, ബോർഡർ അടിച്ചു കയറി വരുന്നു, കൺട്രോൾ ഇല്ലാതെ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഈ ഇസ്ലാമിസ്റ്റ് ഇമിഗ്രേഷനെ കുറിച്ചൊക്കെ ട്രംപ് 1.0 പ്രത്യേകിച്ചും അതായിരുന്നു പറയുന്നത്. ഇസ്ലാമിക് ഇമിഗ്രേഷൻ, മുസ്ലിം ബാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് 1.0 ട്രംപ് പറയുന്നത്. ഈ പൊതുവേ ഉള്ളൊരു ഇതെന്താന്ന് വെച്ചാൽ, ഇമിഗ്രേഷന്റെ ഒരു ടോപ്പിക് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളതിനേക്കാളും ഈ അതോറിറ്റേറിയൻ ഐഡിയോളോഗ്സ്, അതായത് വളരെ മതഭീകരമായ ഭരണകൂടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പൊ ശരിയ ലോ സപ്പോർട്ട് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഹാർഡ് കോർ റാഡിക്കൽ റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ്, അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഇമിഗ്രേഷൻ തടയുന്നതിൽ ഒരു യുക്തിയുണ്ട്. ആ യുക്തി എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ബേസിക്കലി ഫ്രീഡം ഓഫർ ചെയ്യുന്ന ഒരു ലാൻഡ് ആണല്ലോ അമേരിക്ക. എന്തൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തേക്ക് ഫ്രീഡത്തിനെ പുല്ലുവില കൽപ്പിച്ച്, മാത്രമല്ല ഫ്രീഡത്തിനെ ഓവർത്രോ ചെയ്യാൻ തക്ക ഒരു ഐഡിയോളജി ശക്തി പ്രാപിക്കുന്നത് തടയുന്നതിന് ഒരു സെൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പൊ ട്രംപിന്റെ നയങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ, ട്രംപ് ആ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസേണിൽ പിടിച്ചിട്ട് അതിനേക്കാളും വലിയ ഭയങ്കര ഒരു എക്സാഗ്രേഷൻ ആണ് ഇമിഗ്രേഷൻ, ഒരു എക്സാഗ്രേറ്റഡ് റെറ്ററിക് ആണ് ഈ ഇമിഗ്രേഷൻ പോളിസീസിന് വേണ്ടിയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ എക്സാഗ്രേറ്റഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ മുസ്ലിം ബാൻ എന്ന് ട്രംപ് 1.0 പറഞ്ഞു, പക്ഷെ അങ്ങനെ ചെയ്തില്ല. അതിന് പകരം ചില സ്പെസിഫിക് കൺട്രീസിൽ നിന്ന് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ സ്ഥിതി എങ്ങാണ്ട് പിന്നീട് എക്സ്പയർ ആയെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇതുപോലെയുള്ള റാഡിക്കലായ ഒരു കൂട്ടം ആൾക്കാരെ കളക്റ്റീവ്ലി ടാർഗറ്റ് ചെയ്ത് അവരുടെ എൻറ്റയറിറ്റി ഓഫ് മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതും, പിന്നെ മൊത്തത്തിൽ മൈഗ്രേഷന്റെ ലെവൽസ് നല്ലപോലെ കട്ട് ഡൗൺ ചെയ്യുന്നതുമാണ് ഈ ട്രംപിന്റെ ഒരു പോളിസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ഒരു വളരെ നെഗറ്റീവായ ഒരു വശം എന്തെന്ന് പറഞ്ഞാൽ, ഈ റേസിസം ഇതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ വളരെ മോശമായി ഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇമിഗ്രേഷൻ ഈസ് എ നെറ്റ് ബെനിഫിറ്റ് ടു ദ എക്കോണമി എന്ന് മോസ്റ്റ് സീരിയസ് എക്കണോമിക്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇമിഗ്രേഷൻ ബേസിക്കലി ഇസ് ഫ്രീ ട്രേഡ്, അതായത് ആൾക്കാരുടെ ബോർഡറിന്റെ ഉള്ളിലേക്കുള്ള വരവും പോക്കും ഒക്കെ ഈ ഫ്രീ ട്രേഡ് പോലെയാണ്. അപ്പോൾ ആസ് ലോങ് as is കൺസെൻഷ്യൽ, അതായത് ഒരാൾക്ക് സ്വീകരിക്കാൻ താല്പര്യമുള്ള സ്ഥലത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ വരിക, അവർ തിരിച്ചു പോകുക, ഇതൊന്നും നോൺ കൺസെൻഷ്യൽ ആയ ആക്ടിവിറ്റീസ് അല്ല. അപ്പോൾ ഫ്രീ ട്രേഡിന്റെ ഒരു ഭാഗമായിട്ട് കരുതി, അങ്ങനെ കരുതിയാലും ഇല്ലെങ്കിലും ബേസിക്കലി ഇമിഗ്രേഷൻ തുറന്നു വിട്ടാൽ എക്കണോമിക്ക് നല്ല നല്ല ഗെയിൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ബോർഡർ എന്നല്ല, ചില ഗ്രൂപ്പ്സ് ഉണ്ടാവും, ചില സീരിയസ് ത്രെറ്റ്സ്, ഞാൻ പറഞ്ഞില്ല, ത്രെറ്റ്സ് പോസ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇപ്പോൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ്, ഷെറിയ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, റെവല്യൂഷണറി മാർക്സിസ്റ്റ്, ഇതുപോലത്തെ ആൾക്കാരുടെ അൺചെക്ഡ് ഇമിഗ്രേഷൻ നമ്മുടെ ഒരു എന്താ പറയുക ഫ്രീഡത്തിനെ ബാധിക്കും എന്നുള്ള ഒരു കാര്യം വാലിഡ് ആയ ഒരു പോയിന്റ് ആണ്. എന്ന് വെച്ചിട്ട് കളക്റ്റീവ്ലി ഇമിഗ്രേഷൻ കളക്റ്റീവ്ലി എന്നാൽ മൊത്തത്തിൽ എന്നല്ല, പക്ഷെ എന്നാലും മോർ ദാൻ വാട്ട് ഈസ് നെസസറി ഇമിഗ്രേഷനെ അറ്റാക്ക് ചെയ്യുന്നതിന് കൊണ്ട് പ്രയോജനമില്ല. എക്കണോമിക്ക് ഭയങ്കര ഹാം ആണ് ഉണ്ടാവുന്നത്. സോ ഇമിഗ്രേഷൻ ശരിക്കും ഒരു നല്ല നയം എന്താണെന്ന് വെച്ചാൽ, ഇമിഗ്രേഷൻ കഴിയുന്നത്ര ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ് എക്കണോമിക്കലി, മോറലി, എല്ലാ വിധത്തിലും നല്ലത്. എന്ന് വെച്ചാൽ സെലക്റ്റീവ് ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ലെന്നില്ല. ഓഫ് കോഴ്സ് ചില ഗ്രൂപ്പുകളെ മാറ്റി നിർത്തണം. അപ്പൊ ട്രംപിന്റെ പ്രോബ്ലം, ട്രംപ് ഗോസ് ഫാർ ടു മച്ച്
അഗെയിൻസ്റ്റ് ഇമിഗ്രേഷൻ. അപ്പോൾ അതുകൊണ്ടുള്ള എക്കണോമിക് ഇമ്പാക്ട്സ് വളരെ അധികമായിരിക്കും. അതിൽ തന്നെ ഈ ട്രംപ് ഇമിഗ്രേഷനെതിരെ സംസാരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പം അമേരിക്കയിലെ ശക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണല്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ഇന്ത്യൻസും ചൈനീസും അവരുടെ എല്ലാ മേഖലകളിലും പ്രധാനമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്. ട്രംപ് ഈ എന്തൊക്കെ പറഞ്ഞാലും പോളിസീസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ ഉള്ള കാര്യങ്ങൾ മാത്രമേ പോളിസീസിലേക്ക് വരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ലീഗൽ ഇമിഗ്രേഷനിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നോ അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതും, അതും നമ്മുടെ ഇവിടെയൊക്കെ ഒരുപാട് വലിയ വാർത്തയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ട്രംപ് വന്നതിന് ശേഷം ഇനി അമേരിക്കയിൽ ജനിച്ച മൈഗ്രൻസിന്റെ മക്കളായിട്ട് ജനിക്കുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അതും പക്ഷെ എനിക്ക് തോന്നുന്നു ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയിട്ട് മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ത്യയിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിട്ടതും എല്ലാം ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ്. ഇപ്പൊ ലീഗലായിട്ട് വളരെയധികം ഇന്റഗ്രേറ്റഡ് ആണ് ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ തന്നെ. ഇന്ത്യയിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയത്. അവരുടെ മീഡിയൻ ഇൻകം നോക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ്, മറ്റ് മൈഗ്രൻസിനേക്കാളും നല്ല മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ത്യക്കാരൊക്കെ ഉള്ളത്. അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷനിസ്റ്റം ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് എങ്ങനെയെങ്കിലും അമേരിക്കൻ വർക്കേഴ്സിനെ സേവ് ചെയ്യണം. അപ്പൊ ഇന്ത്യക്കാർ ഇവിടെ വന്ന് നിങ്ങളുടെ ജോലി കൊണ്ടുപോകുന്നു, അത് ഔട്ട്സോഴ്സിങ്ങിന് എന്താണോ അതേ ന്യായം തന്നെ. ഇന്ത്യക്കാർ ഇവിടെ വരുന്നു ഞങ്ങളുടെ ജോലി കൊണ്ടുപോകുന്നു എന്നുള്ള ന്യായം പറഞ്ഞ് മാത്രമേ എന്തെങ്കിലും ലീഗൽ ഇമിഗ്രൻസിനെതിരെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം റേറ്റ് കൂടുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാർക്കെതിരെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടെന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും അവർ ഈ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം വന്ന സമയത്ത് ഈ അതിനുശേഷം കോളേജുകളിലൊക്കെ ആന്റി സെമിറ്റിസം ഒരുപാട് കൂടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ട്രംപിന്റെ ചില എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ജ്യൂസിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അമേരിക്കൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്കെതിരെ നടപടി വരും എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്പം രോഹിത് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പം റാഡിക്കൽ കമ്മ്യൂണിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശരിയാലോ അങ്ങനെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കൻ വാല്യൂസിനെതിരെ ഉള്ള ആളുകളെ എതിർക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള രീതിയാണെങ്കിൽ അത് കുറച്ചുകൂടി റീസണബിൾ ആണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് മൊത്തത്തിൽ പറയാം ഞങ്ങളുടെ രാജ്യം നിലനിൽക്കുന്നത് കുറച്ച് വാല്യൂസിന്റെ ബേസിലാണ്. അപ്പൊ അതിനെതിരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സുരക്ഷയെ അത് ബാധിക്കും, അതുകൊണ്ട് അതിനെ തടയണം എന്നുള്ളതൊക്കെ. ഈ പറയുന്നത് പോലെ അത് കുറച്ച് റീസണബിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൺട്രിയുടെ മൊത്തത്തിലുള്ള സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള എലമെന്റ്സിനെ മാത്രം മാറ്റി നിർത്തുക എന്നുള്ളത്. ഇപ്പൊ വിവേക് രാമസ്വാമി പണ്ട് ഈ റിപ്പബ്ലിക്കൻസിനോട് തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അമേരിക്കയിൽ വരുന്ന ആൾക്കാർ അമേരിക്കൻ വാല്യൂ സിസ്റ്റത്തിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണോ എന്ന് നോക്കിയിട്ട് മാത്രം അമേരിക്കയിലേക്ക് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത് ശരിയാണ്. ഈ അമേരിക്കൻ വാല്യൂ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എങ്ങനെ പറയാന്ന് വെച്ചാൽ ലിബറൽ. ഇപ്പൊ അമേരിക്കൻ വാല്യൂസ് എന്തുകൊണ്ട് നല്ലതാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അമേരിക്ക സ്റ്റാൻഡ്സ് ഫോർ ഫ്രീഡം, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പൊ ബേസിക്കലി നമ്മളുടെ ഫ്രീഡം, ദ വെരി ബേസിക് ഫ്രീഡം, അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ, അത് റെസ്പെക്ട് ചെയ്യാൻ മീൻസ് അത് ടോളറേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഫ്രീഡം തകർക്കാനാണ് അത്തരം ആൾക്കാർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കെതിരെ ഡെഫിനറ്റ്ലി ഒരു ചെക്ക് വേണ്ടത് നന്നായിരിക്കും. പിന്നെ ഈ റാഡിക്കൽ ഇപ്പൊ ഈ ഇസ്ലാമിസ്റ്റ് ഹമാസ് സപ്പോർട്ടേഴ്സ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അയാളെ കംപ്ലീറ്റ്ലി ഹോൾസെയിൽ ആയിട്ട് ബാൻ ചെയ്യണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് ദാറ്റ് വിൽ ലീഡ് ടു എ ലോട്ട് ഓഫ് എന്താ പറയാ ഒരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ നോക്കിയെടുത്തിട്ട് അത് നിങ്ങൾ ജസ്റ്റ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം അതൊരു ഭയങ്കര അതിരി കടക്കുന്ന ഒരു ഇതായി പോകും. സോ ബേസിക്കലി ഞാൻ ഇസ്രായേൽ പാലസ്തീനിലേക്ക് വരാം. ബട്ട് ബേസിക്കലി ഇമിഗ്രേഷനിൽ മൊത്തം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വാല്യൂ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിനേക്കാളും ലിബറൽ വാല്യൂ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെയാണ് മാറ്റി നിർത്തേണ്ടത്. ഒരു പരിധി വരെ മാറ്റി നിർത്തേണ്ടത്, എസ്പെഷ്യലി അവരുടെ തോത് കൂടുമ്പോൾ അത് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം വരുന്നത്. കാരണം ലിബറൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം അതാണ്. ബിക്കോസ് അതൊരു മറ്റുള്ള നമ്മുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ അമേരിക്കൻ വാല്യൂ എന്നുള്ളതിനേക്കാളും വളരെ ഒരു ഓൾ എൻകംപാസിംഗ് വാല്യൂ ആണ് അത്. അപ്പൊ ആ ഒരു ടോളറൻസ് ഇല്ലായ്മയാണ് അത് റിജക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാക്കുന്നത്. ഇമിഗ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇമിഗ്രേഷനും ആക്ച്വലി വെൽഫെയറും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം വെൽഫെയർ ഇപ്പം അമേരിക്കന്റെ കേസിൽ മാത്രമല്ല, ഇപ്പം വെസ്റ്റേൺ വേൾഡിന്റെ ഏത് രാജ്യത്തിന്റെ കേസിലായാലും ഒരുപാട് വെൽഫെയറുകൾ അവിടുത്തെ സിറ്റിസൺസിന് വേണ്ടി അവർ കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരുപാട് വെൽഫെയർ ഉണ്ടാവും. അവിടെ നമ്മൾ ഇമിഗ്രേഷൻ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ആർക്കും വന്ന് ജീവിക്കാം, എന്നാൽ എല്ലാ ബേസിക് സൗകര്യങ്ങളും അവിടെ കിട്ടുന്നുള്ള അവസ്ഥയാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ അവിടെ വർക്ക് ചെയ്യുകയും അവരുടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ട് മറ്റുള്ള ആളുകളുടെ ബേസിക് ഫെസിലിറ്റീസിന് ഫണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബേസിക്കലി അവിടെയുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകളും പുറത്തുനിന്ന് വരുന്ന ആളുകളും തമ്മിൽ ഒരു ടെൻഷൻ ഉണ്ടാകും. കാരണം അവരെ പൈസ ഫോഴ്സ്ഫുള്ളി ടാക്സ് ചെയ്തുകൊണ്ടാണ് ഇവര് വെൽഫെയർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്തരം രാജ്യങ്ങളിലൊക്കെ ഈ റൈറ്റ് വിങ്ങേഴ്സ് കൂടുതലും ആന്റി ഇമിഗ്രന്റ് പോളിസീസും കൊണ്ടുവന്ന് കൂടുതൽ ശക്തി ആർജിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വെൽഫെയർ കുറയുകയും വെൽഫെയർ ഇല്ലാതെ അവിടേക്ക് ആ രാജ്യത്തേക്ക് ഒരാൾ ചെന്ന് അവിടെ അധ്വാനിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളായിട്ട് വളണ്ടറി ഇന്ററാക്ഷൻസ് നടത്തിയിട്ട് അവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ആണ്. പക്ഷെ നേരെ മറിച്ച് അവിടെ പോയിട്ട് മറ്റുള്ളവരുടെ ടാക്സ് മണി എടുത്തിട്ടാണ് ഇവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ദോഷവും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി ഒരു കൂട്ടർക്ക് സ്വാഭാവികമായിട്ടും കുറെ ഇഷ്ടക്കേടുകൾ ഉണ്ടാവും. ആ പൊരുത്തക്കേടുകൾ കൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ആ രാജ്യത്ത് കൂടുതൽ ടെൻഷനിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. അപ്പം ഇമിഗ്രേഷൻ കാര്യം പറയുമ്പോൾ എനിക്കൊന്ന് വെൽഫെയറും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടേ അതിൽ പറയാൻ വേണ്ടി പറ്റും. മേ ബി ഇസ്രായേൽ പലസ്തീൻ ഇത് വരികയാണെങ്കിൽ മെറ്റിസത്തിന് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ട്രംപിന്റെ ഇസ്രായേൽ പലസ്തീൻ പോളിസിനെ കുറിച്ച് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ബേസിക്കലി ട്രംപ് ഒരു പ്രോ ഇസ്രായേൽ പേഴ്സൺ ആണ്. കമ്പയർഡ് ടു ജോ ബൈഡൻ, ട്രംപ് ഇസ്രായേലിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കമ്പയർഡ് ടു ജോ ബൈഡൻ. ജോ ബൈഡൻ അത്യാവശ്യം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അല്ലാതെ ചില ആരോപിക്കുന്ന പോലെ വളരെ റാഡിക്കൽ ലെഫ്റ്റ് എന്നുള്ള ഒരു രീതിയിലല്ല ജോ ബൈഡൻ പോയിരുന്നത്. ട്രംപ് അതിനേക്കാളും കൂടുതൽ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല, സപ്പോർട്ട് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി വളരെയധികം ഇസ്രായേലിനെ പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള റെറ്ററിക് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ റെറ്ററിക് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പ്രാക്ടിക്കലായ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയ ഫസ്റ്റ് പറയേണ്ട കാര്യം, ഇപ്പൊ ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള ഒരു ഹോസ്റ്റേജ് ഡീൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം നിൽക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലുമാണ്. എനിവേ, ആ ഒരു ഡീലിന് വേണ്ടി ബൈഡൻ കുറെ കാലം ശ്രമിച്ചുകൊണ്ടിരുന്നു. ജോ ബൈഡൻ മുമ്പത്തെ പ്രസിഡന്റ് ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അപ്പൊ ട്രംപിന്റെ നെഗോഷിയേറ്റിംഗ് കപ്പാബിലിറ്റീസ് കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ട്രംപ് ഏകദേശം വരാൻ പോകുമ്പോൾ ഒരു ഹാർഡ് ലൈൻ സ്റ്റാൻസ് എടുത്തു. ബട്ട് ബൈഡന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹുവിനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ നെതന്യാഹുവിനോട് ഒരു ഹാർഡ് അപ്രോച്ച് എടുക്കാൻ പലതും പറയുമെങ്കിലും അവസാനം വിട്ടുവീഴ്ച, അതാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇസ്രായേലിന്റെ കാര്യത്തിൽ പ്രോ ഇസ്രായേൽ ആവുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ ചില ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരേണ്ടതും ഇതുപോലത്തെ ഒരു ഡീൽ കൊണ്ടുവരേണ്ടതും അതിന് കുറച്ചൊരു സ്പൈൻ ഇല്ലാത്തതാണ് പലപ്പോഴും അമേരിക്കൻ പ്രസൻസിനും അമേരിക്കൻ പോളിസിയിലും പലപ്പോഴും ഉണ്ടായൊരു പ്രശ്നം. അത് ഇസ്രായേൽ എന്ത് ചെയ്താലും അത് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളൊരു പോളിസി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബേസിക്കലി നെതന്യാഹുവിന് വേണ്ട കാര്യങ്ങൾ തോന്നുന്നതൊക്കെ ഗാസയിൽ ചെയ്യുന്നു. പിന്നെ മാത്രമല്ല, അയാളുടെ ബേസിക്കലി നെതന്യാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഫാർ റൈറ്റ്, നെതന്യാഹു എന്ന് പറയുമ്പോൾ ഇസ്രായേലി ഫാർ റൈറ്റ്, ഏറ്റവും ഫാർ റൈറ്റ് അല്ല, നെതന്യാഹുവിനേക്കാൾ ഫാർ റൈറ്റ് ആൾക്കാർ അയാളുടെ മന്ത്രിസഭയിലുണ്ട്, അതിന്റെ പുറത്തുമുണ്ട്. അപ്പോൾ എന്നിരുന്നാലും വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഒരു പോളിസീസ് ആണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ബൈഡൻ നെഗോഷിയേറ്റ് ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട്. ട്രംപിന്റെ ഒരു നല്ല കാര്യം അവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റി. എത്ര മോശമോ എത്ര നല്ലതോ എന്നുള്ളത് അവിടെ ഇരിക്കും. ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റി. ബിക്കോസ് എ ഡീൽ ഈസ് ബെറ്റർ ദാൻ നോ ഡീൽ എന്നുള്ള അവസ്ഥയിലാണ് ഡെഫിനറ്റ്ലി ഗാസ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൾക്കാർ. ഗാസയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് ഗാസ ഈസ് അൺഇൻഹാബിറ്റബിൾ, അതായത് അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഗാസയിലുള്ളതെന്ന് ട്രംപ് വളരെ ഇതായിട്ട് പൂർണ്ണമായിട്ട് പറയുന്നു. ആൻഡ് അവിടെ താമസയോഗ്യമല്ലാത്ത ഗാസയിലേക്ക് എന്തിനാണ് ഗാസൻസ് അവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് അവരെ എല്ലാവരെയും അവിടുന്ന് ഒഴിപ്പിക്കാൻ പോവുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗാസ വിട്ടുപോകാൻ താല്പര്യമുള്ള ഗാസൻസിന് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു നല്ല കാര്യം, അറ്റ് ദ സെയിം ടൈം അത് വിട്ടുപോകാൻ താല്പര്യം ഇല്ലാത്തവരെ കൊണ്ട് ഒഴിപ്പിക്കും എന്ന് പറയുന്നതും, അത് ചെറ്റല്ലേന്ന് ചോദിക്കുമ്പോൾ അവരെന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും, ഇതൊക്കെ വളരെ മോശമായ, വളരെ നീചമായ ഒരു നയമാണ്. അത് ട്രംപിന് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ റിയാലിറ്റി ആയിരിക്കാം. പക്ഷെ എന്തായാലും ട്രംപ് അവിടെ ഒരു സിഗ്നൽ കൊടുക്കുന്നത് തോന്നിയത് ഒക്കെ ചെയ്യും. അതായത് ട്രംപിന് അൺഫെറ്റഡ് പവർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ട്രംപ് ആസ് എ പേഴ്സൺ വളരെ മോശമായി പറയുന്ന പല കാര്യങ്ങളെയും ട്രംപിന്റെ ആ ഒരു അൺഹിൻസ്ഡ് പവറിനെ നിലക്കി നിർത്താൻ സിസ്റ്റത്തിന് കുറച്ച് കഴിയും, അല്ലെങ്കിൽ ഈവൻ പ്രാക്ടിക്കൽ റിയാലിറ്റി. കാരണം ഇപ്പൊ ഈ കാര്യത്തിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയാം. ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നു എന്ന് കണ്ടറിയാനേ ഉള്ളൂ. കാരണം ചിലപ്പോൾ ട്രംപ് പറയുന്നത് ഇപ്പൊ ഹോസ്റ്റേജസിനെ ഫുള്ളായിട്ട് ഈ ആഴ്ചക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ അത് ഫുള്ള് ഗാസ ഫുള്ള്
ഗാസ എന്നല്ല, അവിടെ നരകമാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. അപ്പൊ ട്രംപ് അവിടെ എന്ത് ചെയ്യുന്നുള്ളതിനേക്കാളും ചിലപ്പോൾ ട്രംപ് നെതന്യാഹുവിന് ഒരു ഗ്രീൻ ലൈറ്റ് കൊടുക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുക. സോ ട്രംപ് ഈസ് എന്താ പറയാ ഒരു ലൂസ് കാനൺ. എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ വായിൽ നിന്നും അയാളുടെ പ്രവൃത്തിയിൽ നിന്നും എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പല അൺപ്രഡിക്റ്റബിൾ ആയ ഫാക്ടർ ഉണ്ട്. അപ്പൊ കണ്ടറിയാനുണ്ട്. വളരെ മോശമായ കാര്യങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ബൈഡന്റെ ചില കഴിവില്ലായ്മയിൽ കൊണ്ട് ഒരു നല്ല കാര്യം സംഭവിച്ചത് ഡീൽ ഉണ്ടായെന്നുള്ളൊരു എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇനി വരാനിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതിനേക്കാളും 10 ഇരട്ടി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപ് ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ പറഞ്ഞ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുമെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്തും പറയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആയി കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്കും പോവാം. ആദ്യത്തെ ഭരണ സമയത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. പല രാജ്യത്തെ നേതാക്കന്മാരെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അപ്പൊ നമ്മള് അതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ട്രംപ് ആദ്യത്തെ ഭരണ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഓസ്ട്രേലിയൻ നേതാവിനെ ആണ്ടാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഭരണാധികാരി, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറുന്ന ഒരു രീതിയിൽ നിന്ന് വിട്ട് പലപ്പോഴും അദ്ദേഹം പെരുമാറാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇതേപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പോകുമെന്ന് നമ്മൾ കണ്ടറിയുക തന്നെ വേണം. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ട്രംപ് വരുന്നതിന് മുമ്പ്, ഭരണത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഡോജ്. നമ്മുടെ അന്ന് സംസാരിച്ചപ്പോൾ എലൻ മസ്കും വിവേക് രാമസ്വാമി ആയിരുന്നു ഡോജിൽ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനുശേഷം വിവേക് ഒഹിയോയുടെ ഗവർണർ ആകാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഡോജിൽ നിന്ന് മാറി നമ്മൾ കണ്ടു. അപ്പൊ വിവേകില് എനിക്ക് വിവേകമായിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ്. വളരെ അടിപൊളി മനുഷ്യനൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം പിന്മാറുന്നു പല കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഇലക്ഷന് മത്സരിക്കാൻ നിന്നതിന് ശേഷം അവസാനം മാറി ട്രംപിനെ വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മത്സരിക്കാനാണോ ഇയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് തോന്നും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡോജിൽ പുള്ളി ഉണ്ടെന്ന് പറയുന്നത്, അപ്പൊ പുള്ളിയുടെ ഫലം പുള്ളിയെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പം കറക്റ്റ് നടപടികളാകും എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ കാണുന്നില്ല, ഡോജിൽ കാണുന്നില്ല. അതൊരു കാര്യം. പക്ഷെ എലൻ മസ്ക് ഇപ്പോഴും ഉണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പല ഓഫീസുകളിലും പോയിട്ട് ഒരുപാട് രേഖകളൊക്കെ പരിശോധിക്കുന്നു, സ്പെൻഡിങ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഡോജിനെ പറ്റിയിട്ട് ഇതുവരെ പ്രതീക്ഷിച്ചതും നടന്നതായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് വിഷ്ണുവിന്റെ ഒരു വിശകലനം എങ്ങനെയാണ്? ഡോജ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. ആക്ച്വലി ട്രംപ് അധികാരമായിട്ട് ആദ്യത്തെ ദിവസം തന്നെ പാസ് ചെയ്ത ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ആണ് ഡോജ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, എലോൺ മസ്ക് ആണ് അതിനെ ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. എലോൺ മസ്കിന്റെ ലോങ് ടേം അഡ്വൈസർ ആയിട്ടുള്ള സ്റ്റീവ് ഡേവിസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനായിരുന്നു ഈ എക്സ് ടേക്ക് ഓവർ ചെയ്ത സമയത്ത് എക്സിൽ സ്പെൻഡിങ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്പേസ് എക്സിലൊക്കെ സ്പെൻഡിങ് കട്ട് ചെയ്യാനൊക്കെ എലോൺ മസ്കിനെ അഡ്വൈസ് ചെയ്ത പുള്ളിക്കാരൻ തന്നെയാണ് ഇവിടെയും എലോൺ മസ്കിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം ഈ ഡോജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോജ് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് എന്ന് എക്സ്പയർ ആവുന്നുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോജ്. ഡോജ് ഇപ്പൊ ജനുവരി 2025 ക്രിയേറ്റ് ചെയ്തു, ജനുവരി 20. പക്ഷേ അത് ജൂലൈ 4, 2026 അതിന്റെ എൻഡ് ഡേറ്റ് എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം ആ ഒരു ടൈം ലൈനുള്ളിൽ, അതെ 1.5 വർഷം. അപ്പം അതിന്റെ ഡോജിന്റെ ആക്ച്വലി അതിന്റെ വെബ്സൈറ്റിലൊക്കെ കാണാം എത്ര ദിവസം കൂടി ബാക്കിയുണ്ട്, എത്ര സ്പെൻഡിങ് അവര് കുറച്ചു എന്നുള്ളതൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഡോജിന്റെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ട്വീറ്റ് കണ്ടിരുന്നു എലൻ മസ്കിന്റെ, നമ്മൾ ഇത്ര കട്ട് ചെയ്തു, ഇനി ഇങ്ങനെ സ്പെൻഡിങ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലേ നമുക്ക് ഈ പറഞ്ഞ പ്രതീക്ഷിച്ച കട്ട് നടക്കുകയുള്ളൂ എന്നുള്ള ഒരു സംഭവം കണ്ടിരുന്നു. അതെ. ഇപ്പം ഞാനിപ്പോ വെബ്സൈറ്റ് നോക്കി അറൌണ്ട് 37 ബില്യന്റെ സേവിങ്സ് അവർ നടത്തി എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം ഡോജിന്റെ ആക്ച്വലി പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയായിരുന്നു, ബ്യൂറോക്രസീനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ എക്സസീവ് ആയിട്ടുള്ള സ്പെൻഡിങ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അവിടെയുള്ള എക്സസീവ് ആയിട്ടുള്ള സ്പെൻഡിങ്ങും എക്സസീവ് ആയിട്ടുള്ള റെഗുലേഷൻസും ഒക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോജിന്റെ ലക്ഷ്യം. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യമായി മാറുന്നത് എന്നുള്ളതിനെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് വർഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻസെന്റീവിന്റെ പ്രശ്നം. ഇപ്പം നമുക്കറിയാം ഗവൺമെന്റ് ഇന്നോവേഷൻ ആണ് നമ്മൾ പറയുമ്പോഴും അത് ഗവൺമെന്റിലുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ ഗവൺമെന്റിലുള്ള ജോലി ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ ഒന്നും ഒരു തരത്തിലും മറ്റുള്ളവരായിട്ട് മോശക്കാരാണെന്നുള്ള ഒരു അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. എല്ലാ ആളുകളും വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ കഴിവുള്ള, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഈവൻ നല്ല ഉദ്ദേശത്തോടെയും പെരുമാറുന്ന ആളുകൾ തന്നെയായിരിക്കും. പക്ഷേ അവിടെ ഗവൺമെന്റും പ്രൈവറ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻസെന്റീവ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 4 തരത്തിൽ മണി സ്പെൻഡ് ചെയ്യാം. ഒന്നുകിൽ എന്റെ സ്വന്തം പണം എനിക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാം. അപ്പം ഞാൻ എത്രത്തോളം ചെലവഴിക്കുന്നു എന്നുള്ളതും എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ഗവൺമെന്റ് കേസിൽ വരുമ്പം അവിടെ ചെയ്യുന്നത് ഒരു ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത്
ഗവൺമെന്റ് ടാക്സ് ചെയ്ത പണി, അതായത് പൊതുജനങ്ങളുടെ പണി വേറെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പം എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനും യാതൊരു ഒന്നും കണക്ക് സൂക്ഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും അവർക്ക് അവിടെ വരുന്നില്ല. അവരുടെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. അല്ലാതെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നോ വളരെ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നൊന്നും അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഇൻസെന്റീവും ഇല്ല. നേരെ വെച്ച് പ്രൈവറ്റിലാണെങ്കിൽ തങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവിടെ പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിൽ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് തങ്ങൾക്കുള്ള റിസോഴ്സിനെ വിനിയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇവിടെ ബ്യൂറോക്രാറ്റ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻസെന്റീവ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, അവരൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പം അവര് ആക്ച്വലി അവരുടെ തടി സംരക്ഷിക്കുക എന്നുള്ളതാണ് നോക്കുക. കാരണം അവർക്ക് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് ആൻസറബിൾ ആണ്. അപ്പം അവർക്ക് തന്നെ കാര്യം മനസ്സിലായാലും ഇതൊരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലായാലും അല്ലെങ്കിൽ ഇതിൽ കാര്യമില്ലാതെ മനസ്സിലായാൽ പോലും ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇൻഎഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് കാര്യമാക്കില്ല. നമുക്ക് നമ്മളെ നാളെ ആരും നമ്മളെ കുറ്റം പറയാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പം അതുകൊണ്ടാണ് ഈ എക്സസീവ് ആയിട്ടുള്ള കൂടുതൽ സ്പെൻഡിങ്ങും കൂടുതൽ വേസ്റ്റേജും അതായത് അനാവശ്യമായിട്ടുള്ള കുറെ റെഗുലേഷൻസ് ഒക്കെ ബ്യൂറോക്രസിന്റെ ഫലമായിട്ട് വരുന്നത്. ഈ റെഡ് ടേപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അതിപ്പം ഇന്ത്യയുടെ കേസിലായാലും കേരളത്തിന്റെ കേസിലായാലും യുഎസിന്റെ കേസിലായാലും അങ്ങനെ ലോകത്തിലെ ഏതൊരു ഗവൺമെന്റ് കേസിലായാലും ഇതേ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇത് ഈ സിസ്റ്റത്തിന്റെ ഉള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഡോജിന്റെ ഒരു പ്രസക്തി. അപ്പം അതിനുവേണ്ടിയാണ് ഇപ്പം എലോൺ മസ്ക് ഇപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ ഇപ്പം ഈ അടുത്ത് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് ട്രംപിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഫെഡറൽ എംപ്ലോയീസ് ബൈ ഓഫ് പ്ലാൻ. അപ്പം ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പം അവിടെയുള്ള ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ട്രംപ് ഒരു ഓഫർ വെക്കുകയാണ്, നിങ്ങൾക്ക് 8 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും, സെപ്റ്റംബർ വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് വളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് പോവാം. അപ്പൊ അതായത് ഒരു VRS പോലത്തെ ഒരു സ്കീം ട്രംപ് അവിടെ റോൾ ചെയ്യാണ്. അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം എത്രത്തോളം ആളുകളെ കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അറൌണ്ട് 60,000 ആളുകൾ അതിന് വില്ലിംഗ് ആണെന്ന് പറഞ്ഞു ഈ അടുത്ത്. പക്ഷെ അത് ഇപ്പം സുപ്രീം കോടതി അവിടെ ഇപ്പൊ താൽക്കാലികമായിട്ട് പോസ് ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പം അറൌണ്ട് 30 ബില്യണോളം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഡോജ് അവകാശപ്പെടുന്നത്. അപ്പം അത് അറൌണ്ട് 3% ഓഫ് വർക്ക്ഫോഴ്സ് മാത്രമാണ് ഈ 60K ആൾക്കാർ. കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സേവിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ തന്നെ നിങ്ങൾക്ക് 8 മാസം ശമ്പളം തരുന്നത് അങ്ങനെ പറഞ്ഞ് പോയാൽ പോലും ലോങ് ടൈമിൽ ആളുകൾക്ക് ടാക്സ് പേഴ്സിന് ലാഭമാണെന്നുള്ളതാണ് അതിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചു DEIനെ കുറിച്ച്. അപ്പം ട്രംപും മസ്കും DEIയിൽ വരുന്ന എല്ലാ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും അനാവശ്യമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും നിർത്തുകയാണ്. DEIക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരെയും കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ നിയമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രംപ് ഇപ്പം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ അതുവഴിയും കുറെ ബില്യൺസ് ഓഫ് റുപ്പീസ് സേവ് ചെയ്യുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകളും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥ US-ലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അറൌണ്ട് 4 ബില്യണോളം എമൗണ്ട് സേവ് ചെയ്തു എന്നുള്ളതാണ് ഡോജിന് ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്ന് നോക്കുമ്പോൾ അറൌണ്ട് 37 ബില്യണോളം അവർ സേവ് ചെയ്തു, ഇതുവരെ കോസ്റ്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. മൊത്തത്തിലുള്ള ഒരു ടാർഗറ്റ് ഒരു ഫിഗർ ഉണ്ടോ ജൂലൈ 2026 ഫിഗർ എത്രയാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും നമ്മള് ഈ ഇത്രയൊക്കെ പറയുമെങ്കിൽ അത് റിയലിസ്റ്റിക് ആയിട്ട് വരുമ്പോ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നുള്ളത് കാര്യത്തിൽ എനിക്ക് 100% ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ല. എന്നാലും ഒരു 10% ഗവൺമെന്റ് സൈസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഇവര് മുന്നോട്ട് പോകും തോറും ഇനി അവിടെയുള്ള ബ്യൂറോക്രസിയും ഒന്നും വെറുതെ ഇരിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അവരും അതിന്റേതായ രീതിയിൽ എഗൻസ്റ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങും. അവിടെ ഒരു പൊളിറ്റിക്കൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഇത് ഭാവിയിൽ ഇത് കുറച്ചുകൂടി കോംപ്രമൈസ് ചെയ്യപ്പെടും. നമ്മളിപ്പോ ഇന്ന് വിചാരിക്കുന്ന രീതിയിൽ തന്നെ പോകണമെന്നില്ല. അപ്പം അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നതാണ് നല്ലത് എന്നുള്ളൊരു പൊതുബോധം അറ്റ്ലീസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അതുമില്ല, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നതാണ് നല്ലതെന്നുള്ളതാണ് ഇന്ത്യയിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതിനെതിരെ പറയുന്നവരൊക്കെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പൊ അമേരിക്ക നോക്കുമ്പോൾ മിലെ നമ്മുടെ അർജന്റീനയുടെ നേതാവ് മിലെ ഒരു ലെക്സ് ഫ്രീഡ്മാൻ കൊടുത്ത ഇന്റർവ്യൂല് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ അയാളോട് ചോദിക്കുന്നുണ്ട് ട്രംപിനും മസ്കിനും എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിലെ പറയുന്നത് കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ചെയിൻസോ ആയിട്ട് പോകുന്ന രീതിയിൽ പോകാനാണ് ഉദ്ദേശം. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഹാഫ് മെഷേഴ്സ് ഒന്നും വേണ്ട,
രണ്ടും കൽപ്പിച്ച് കട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതായത് കുറച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല എന്നുള്ളൊരു ഉപദേശമാണ് മിലെ അന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇതുവരെ ഉള്ള ഒരു ഇത് വെച്ചിട്ട് അവർ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ ഇതൊരു ടെമ്പററി സെറ്റപ്പ് ആയതുകൊണ്ടും ഈ ജൂലൈ 2026 വരെ കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് പുതിയ പോളിസീസ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ കുറച്ചും കൂടെ ഒക്കെ ഈ പ്രസിഡന്റിന് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്ന് ഇപ്പൊ ട്രംപ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. മുമ്പുള്ള പ്രസിഡന്റുമാരൊക്കെ എന്തുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തില്ല? ഇത്രയൊക്കെ തീരുമാനങ്ങൾ ഒരാൾക്ക് തന്നെ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. അപ്പൊ പുതിയ ഒരു ഭരണമാറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇത് ചിലപ്പോൾ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. പക്ഷെ എന്നാലും ഇതൊരു നമ്മൾ പറയുന്ന കാര്യങ്ങളായിട്ട് ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം വരുമെന്നൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതെന്തായാലും നല്ല തന്നെയാണ്. അപ്പൊ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കാം. അമേരിക്ക സ്പെൻഡിങ് കട്ട് ചെയ്തതിനു ശേഷം മാക്സിമം ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ പറയുന്ന പോലെ അമിതമായിട്ടുള്ള ഈ പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോഴുള്ള ഇൻഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ട്രംപിന്റെ പല പോളിസീസും കാരണത്തിൽ അധികം അതിനേക്കാൾ അപ്പുറത്തേക്ക് അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരാൻ അവിടുത്തെ ഇൻഫ്ലേഷനും അവരുടെ എക്കണോമിയെ ബാധിച്ച പ്രശ്നങ്ങളാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാരണം. ആളുകൾ അതിന്റെ പേരിലാണ് ട്രംപിന് വോട്ട് ചെയ്തത് പലരും. എല്ലാവരും നല്ല പറഞ്ഞ് അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എക്കണോമിയിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പം സ്പെൻഡിങ് കുറയുന്നത് എത്രത്തോളം എക്കണോമിക്ക് നല്ലത് തന്നെയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സ്പെൻഡിങ് കട്ട് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ US എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഇന്നലെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതിനകത്ത് ഈ സ്പെൻഡിങ്ങിനേക്കാൾ അപ്പുറത്ത് ഈ US എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിനകത്ത് ഇപ്പം അതിനകത്ത് സ്പെൻഡിങ് കുറയ്ക്കുമ്പോൾ പല പത്രങ്ങളും ഒക്കെ പറയുന്നത് ഈ US എയ്ഡ് കൊണ്ടിട്ടാണ് പല ദരിദ്ര രാജ്യങ്ങളിലെയും പാവപ്പെട്ട ആളുകൾക്ക് അത് ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമായിരുന്നു US എയ്ഡ്. പിന്നെ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും അവരുടെ പോവർട്ടി മാറ്റാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് എംപ്ലോയീസിനെ ഇവർ വളരെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു US എയ്ഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. അപ്പോ ആൾക്കാർ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവർ തിരിച്ചു പറയുന്ന ഒരു കാര്യം അത് വളരെ കുറച്ച് എമൗണ്ട് ആണ് അതിലൊക്കെ ചെലവാക്കുന്നത്. പ്രത്യേകിച്ചും ഈ US എയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്മോറൽ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ഇവർ പറയുന്നത്. കാരണം പല രാജ്യങ്ങളിലും ഭരണം മാറ്റാൻ വേണ്ടിയിട്ട് പലരെയും ഫണ്ട് ചെയ്യാം. അപ്പം അവർക്ക് അമേരിക്കക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ഭരണത്തിൽ നിന്ന് മാറ്റാനുള്ള രീതിയിൽ ഫണ്ട് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് US എയ്ഡ് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഈവൻ അത് കോവിഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അത് ചൈനയിലൊക്കെ ഈ US എയ്ഡിന്റെ ഫണ്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ. അത് പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. കാരണം ഒരു മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടാക്കി അതിനുശേഷം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് പറഞ്ഞാലും മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പൊളിറ്റിക്കലായിട്ട് ഇൻവോൾവ് ആകാനായിട്ട് അമേരിക്കൻ ടാക്സ് പേഴ്സിന്റെ മണി എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെതിരെ ഇവര് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രംപും കൂട്ടരും അതിനെതിരെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്, അവർ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവര് നേരത്തെ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഉക്രൈനിലൊക്കെ അവർ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മെയിൻ ആയിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എക്സ്പെൻഡിച്ചറും മെഡിക്കെയറും മിലിറ്ററി, അതിലാണ് ഗവൺമെന്റിന്റെ ഏറ്റവും സിംഹഭാഗമായിട്ടുള്ള ഇത് പോകുന്നത്. അപ്പം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്താൽ വളരെ കുറച്ച് രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ സെക്യൂരിറ്റി ഒന്നും ഒരിക്കലും കട്ട് ചെയ്യാതുള്ളത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഡോജിനെ സംബന്ധിച്ചുള്ള. എനിക്ക് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ മെഡിക്കെയർ അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടല്ലോ, ഒബാമ കെയർ, അത് കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ല. മാത്രമല്ല ട്രംപ് ഇതൊന്നും കട്ട് ചെയ്യില്ല, ഐ വിൽ നോട്ട് കട്ട് സോഷ്യൽ സെക്യൂരിറ്റി എന്നൊക്കെ കുറെ പറഞ്ഞുകൊണ്ടിരുന്നു. ക്യാമ്പയിന്റെ ഇടയിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി കട്ട് ചെയ്യില്ല, മെഡിക്കെയർ കട്ട് ചെയ്യില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ മെഡിക്കെയർ എക്സ്പെൻസസ് കുറയ്ക്കുമെന്നും അറ്റ് സെയിം ടൈം എന്തോ മെഡിക്കെയ്ഡോ അങ്ങനെ എന്തോ കട്ട് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നോക്കേണ്ടിയിരിക്കും. അത് നമുക്ക് നോക്കാം, പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ കട്ട് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ, അത് ഡോജുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. യുനെസ്കോ ഓർഗനൈസേഷനിൽ നിന്ന് ഇവര് മാറാൻ തീരുമാനിക്കുന്നു അമേരിക്ക. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് UNHRC ആണെന്ന് തോന്നുന്നു, അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ 2-3 പ്രധാനപ്പെട്ട UN ഇതിനകത്തുനിന്ന് നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് മാറിയതുപോലെ ഈ പറയുന്നത് പോലെ പല പ്രധാനപ്പെട്ട ഇതിനകത്തുനിന്ന് ഇവര് മാറുന്നുണ്ട്. അപ്പൊ അതിൽ ട്രംപ് പറയുന്ന ഒരു കാര്യം, ഇത് എല്ലാം അമേരിക്കയ്ക്ക് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. കാരണം അമേരിക്കയിൽ നിന്ന് പൈസ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് അമേരിക്കയ്ക്ക് ഒരു ഗുണമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്ന ന്യായങ്ങൾ.
അതെല്ലാം കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ ട്രംപിന്റെ സ്ഥിരം റെട്ടോറിക്കൊക്കെ അങ്ങനെയാണല്ലോ, അമേരിക്കയെ ചൂഷണം ചെയ്തിട്ടാണ് മറ്റുള്ളവരെല്ലാം നിൽക്കുന്നത് എന്ന്. പക്ഷെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇപ്പൊ യുനെസ്കോ ആണെങ്കിലൊക്കെ അമേരിക്ക ഇല്ലാത്ത ഒരു യുനെസ്കോയും ഈ ഹ്യൂമൻ റൈറ്റ് ഇതൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡീറെഗുലേഷൻ ടു പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഡോജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് പുതുതായിട്ട് ഒരു റെഗുലേഷൻ ആരെങ്കിലും അമേരിക്കയിൽ ഇനി കൊണ്ടുവരികയാണെങ്കിൽ 10 റെഗുലേഷൻസ് പഴയത് ഒഴിവാക്കണം എന്നുള്ളതാണ്. നമ്മള് മിലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, മിലെ പേജ് കണക്കിന് റെഗുലേഷൻസ് ഓരോ ദിവസം കുറച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുവരുന്നല്ലോ. അതേപോലെ അമേരിക്കയിൽ ഇനി പുതുതായിട്ടൊരു റെഗുലേഷൻസ് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് നിലനിൽക്കുന്ന 10 റെഗുലേഷൻസ് എങ്കിലും ഒഴിവാക്കണം എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് പലതരത്തിൽ ബൈപ്പാസ് ചെയ്യാം. ഈ കൊണ്ടുവരുന്ന റെഗുലേഷൻ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ 10 റെഗുലേഷൻസിനേക്കാളും വലിയൊരു റെഗുലേഷൻ കൊണ്ടുവന്നാൽ എന്ത് പറ്റുമെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പാത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരു റെഗുലേറ്ററി സ്റ്റേറ്റ് എന്നുള്ളതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഫ്രീഡം ഉള്ള, ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അവരത് പ്രത്യേകിച്ചും പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പല തരത്തിലുള്ള റെഗുലേഷൻസ് വളരെ അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എക്കണോമിക്കലി ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. പ്രത്യേകിച്ചും എനർജി സെക്ടറിലും ഈ എൻവയോൺമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ പലതും റീസണബിൾ ആയിട്ടുള്ള റെഗുലേഷൻസ് അല്ല. അപ്പൊ ഈ ഒരു റെഗുലേറ്ററി സ്റ്റേറ്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചൈനയുമായിട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അമേരിക്കയ്ക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഡീറെഗുലേഷൻ ടു പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രംപിന്റെ വളരെ നെഗറ്റീവായ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. രണ്ടും കുറച്ച് വ്യത്യസ്ത ടോപ്പിക്സ് ആണ്. ഒന്ന് അബോർഷൻ റൈറ്റ്സ് എന്ന് പറയാം. ഇത് വളരെ വ്യത്യസ്ത അഭിപ്രായമുള്ള, ഈവൻ ലിബറൽസിന്റെ ഇടയിലുള്ള കുറെ വ്യത്യസ്ത അഭിപ്രായം ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ അബോർഷൻ റൈറ്റ്സ്. സോ ഞാൻ പറയുന്ന കുറച്ചൊക്കെ എന്റെ അഭിപ്രായം എന്നുള്ള രീതിയിലും എടുക്കാം. പേഴ്സണലി ഞാൻ അബോർഷൻ റൈറ്റ്സിന് വളരെ പ്രോ അബോർഷൻ റൈറ്റ്സ് ആണ്. പ്രോ ലൈഫും പ്രോ ചോയ്സും ആണ് ബേസിക്കലി 2 പോൾസ് ആയിട്ട് പറയുന്നത്. ഈ പ്രോ ലൈഫ് എന്ന് പറയുന്ന ആൾക്കാർ അബോർഷനെതിരെ, അബോർഷൻ റൈറ്റ്സ്, പ്രത്യേകിച്ച് അബോർഷൻ റൈറ്റ്സിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രോ ലൈഫ് എന്ന് പൊതുവെ പറയുന്ന ആൾക്കാർ. ആൻഡ് പ്രോ ചോയ്സ് ആൾക്കാർ അബോർഷൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് രണ്ടിനും ലിബർട്ടാരിയൻ സ്കൂൾസിൽ നിന്ന് വളരെ വിരുദ്ധമായ തോട്ട്സ് ഉള്ള ഒരു ഏരിയ ആണ്. എന്നിരുന്നാലും പൊതുവെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ അബോർഷൻ ബാൻ ഒക്കെ ചെയ്യുമ്പോൾ വെൻ യു കം ടു ദ പോയിന്റ്, നിങ്ങൾ അബോർഷനെ എതിർക്കാം, അനുകൂലിക്കാം, മോറലി അനുകൂലിക്കാൻ എതിർക്കാം. എന്നാലും അത് ലീഗലി ബാൻ ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ പ്രാക്ടിക്കലായി സംഭവിക്കുന്ന കുറെ മോശം കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ ആക്ച്വലി ന്യൂസ് റിപ്പോർട്ട്സ് പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ടെക്സസിലൊക്കെ അബോർഷന് വേണ്ടി ശ്രമിച്ച് കുറെ പേർക്ക് ആരോഗ്യം സീക്രട്ട് ആയിട്ട് അബോർഷൻ, അതായത് അബോർഷൻ ബാൻ, പല തരത്തിലുള്ള അബോർഷൻ ഇപ്പൊ അവർ ബാൻ ചെയ്തു വരുന്നുണ്ട്. മുമ്പ് ഈ റോ വേഴ്സസ് വെയ്ഡ് എന്ന് പറഞ്ഞ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു യുഎസിൽ. അതില് അബോർഷനെ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ്, അതായത് 1/3, 2/3, 3 ദ ലാസ്റ്റ് തേർഡ് എന്നുള്ള ഒരു 3 പീസസ് ആയിട്ടാണ്, 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് അബോർഷനെ പൊതുവെ, പ്രഗ്നൻസിയെ പൊതുവെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് 2 ട്രൈമസ്റ്റേഴ്സിലെ അബോർഷന് ബാൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണ് ആസ് ഓഫ് റോ വേഴ്സസ് വെയ്ഡ് എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്റർ ബാൻഡ് ആണ് എന്നുള്ള രീതിയിലാണ്, മേ ബി എക്സെപ്ഷൻസ് അസൈഡ് അങ്ങനെ ഒരു ഇതിലാണ് എന്ന് തോന്നുന്നു. മേ ബി അതിൽ ചില ഫൈനൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ റോ വേഴ്സസ് വെയ്ഡ് എന്ന സാധനം അവർ ഓവർത്രോ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ചെയ്തതിൽ നിന്ന് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കുറേ കൂടി സ്റ്റേറ്റ്സിന് പവേഴ്സ് കിട്ടും. അമേരിക്കയിൽ ഒരു 51 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, പ്ലസ് വാഷിംഗ്ടൺ, 50 സ്റ്റേറ്റ്സ് പ്ലസ് 1 അങ്ങനെയാണല്ലോ. അപ്പൊ 50 സ്റ്റേറ്റ്സിൽ ഓരോന്നിനും ഓരോ ലോസ് ഉണ്ടാവും. ഇപ്പൊ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഫെഡറലിസം ആവുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിലെ പോലെ ഒരു ഭയങ്കര ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ല, കുറേയൊക്കെ സ്റ്റേറ്റ്സിന് നല്ല ഇൻഡിപെൻഡന്റ് പവറുള്ള ഒരു സിസ്റ്റമാണ് അമേരിക്ക. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ റിപ്പബ്ലിക്കൻ പോളിസീസ് പൊതുവെ ആന്റി അബോർഷൻ റൈറ്റ്സിന് വളരെ വിരുദ്ധമായിട്ടുള്ള റിപ്പബ്ലിക്കൻ പോളിസീസ് പൊതുവെ. ആൻഡ് ഡെമോക്രാറ്റ്സ് അബോർഷൻ റൈറ്റ്സിന് വേണ്ടി പ്രോ ആയിട്ടുള്ള ആൾക്കാരാണ്. അബോർഷനെതിരെ, അബോർഷൻ അനുകൂലം എന്ന് പലതും പറയാം, പക്ഷെ അബോർഷൻ റൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ്ലി അനുകൂലമാണ് ഡെമോക്രാറ്റ്സ്. ഇതിൽ ഡെമോക്രാറ്റ്സിന്റെ പോളിസീസ് ആണ് കുറേ കൂടി മോറലായിട്ട് എനിക്ക് നല്ല ബോധ്യമുള്ളത്. അതെ, അപ്പൊ ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് എഫക്ട്സ്, ഈവൻ ഇപ്പൊ നമ്മൾ അബോർഷനിൽ മോറലി ഒരു വ്യൂ എടുക്കുന്നില്ലെങ്കിലും അബോർഷൻ ബാൻ ചെയ്താൽ ഉണ്ടാവുന്ന ഒരുപാട് എക്സ്ട്രീംലി ഫാർ ആയിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്.
കുറെ പേര് അബോർഷന് വേണ്ടിയിട്ട് കണ്ട അൺസേഫ് ആയിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ മറച്ചു വെച്ചിട്ട് അബോർഷൻ ചെയ്യാൻ നോക്കുന്നു. അൺസേഫ് ആയ അങ്ങനെ കുറെ അപകടങ്ങളും കുറെ റിപ്പോർട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ടെക്സസ്, എനിക്കൊന്ന് ഫ്ലോറിഡയിൽ ഇപ്പൊ അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പിന്നെ ചില സ്റ്റേറ്റ്സ് അതിനേക്കാളും കുറേം കൂടി പ്രോ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് പലരും നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് ബിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അബോർഷൻ പറ്റില്ല, ആ ഒരു രീതിയിലും, പിന്നെ ഈവൻ ഫുള്ളി ബാൻ ചെയ്യാൻ അങ്ങനെ പല സ്റ്റേറ്റ് ലെവലിൽ പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വളരെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ട്രംപ് മുമ്പ് കുറച്ചുകൂടി പ്രോ അബോർഷൻ ആയിട്ട് റെറ്റോറിക് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊസിഷന് വേണ്ടിയിട്ടാണ് ട്രംപ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വളരെ മോശം രീതിയിലാണ് ഇപ്പൊ ട്രംപിന്റെ പക്ഷെ ഇതുവരെ ഒരു ബാൻ എന്നുള്ള രീതിയിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഒന്നും ട്രംപ് ചെയ്തതായിട്ട് കണ്ടില്ല. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു അവർ പോകുന്ന ഒരു രീതി ഫെഡറൽ രീതിയിലൊന്നും ഉണ്ടാവില്ല. അതായത് രാജ്യം മൊത്തം അങ്ങനെ ഒരു നിയമമൊന്നും ഉണ്ടാവില്ല. ചെയ്യുന്ന സ്റ്റേറ്റ്സ് ചെയ്യാം. ഏതെങ്കിലും സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ ബാൻ ചെയ്യണമെങ്കിൽ ബാൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകാൻ തോന്നുന്നു, അല്ലെ? അവിടെ എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ഒരു ഇതല്ല ഇവിടെ ഉള്ളത്. എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുമായി ബന്ധപ്പെട്ടതല്ല അബോർഷന്റെ പല കാര്യങ്ങളും. മോറോലെസ് ഒരു കോൺസ്റ്റന്റ് പ്രോസസ്സാണ്. ഇപ്പോ ട്രംപ് 1.0 ഉണ്ടായത് മുതൽ കുറച്ച് തുടങ്ങി വെച്ച കുറെ പ്രോസസ്സാണ്. ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജസ് ഒരു മെജോറിറ്റി, പണ്ട് 5:4 ആയിരുന്നു. ഇപ്പൊ 5 റിപ്പബ്ലിക്കൻ അനുകൂലം ആൻഡ് 4 ഡെമോക്രാറ്റ് അനുകൂല ജഡ്ജസ് ആയിരുന്നു ഉണ്ടായത്. പിന്നീട് ഈ ഡെമോക്രാറ്റ്സ് ആക്ച്വലി ഏതൊരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തുകൊണ്ട് റിപ്പബ്ലിക്കൻസിന് 6:3 ആക്കാൻ പറ്റി. പിന്നെ ഇനിയിപ്പോ എന്താ 7:2 അങ്ങനെ ആവോ നെക്സ്റ്റ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ആരെങ്കിലും മരിച്ചു പോകുന്നു അങ്ങനത്തെ കേസ് ഉണ്ടാവുമ്പോൾ വീണ്ടും പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ടാവും. അപ്പൊ ട്രംപിന് വീണ്ടും അങ്ങനത്തെ പവേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കറന്റ്ലി നിൽക്കുന്ന ഒരു 6-3 അനുപാതികമാണ് നിൽക്കുന്നത്, അതായത് പ്രോ റിപ്പബ്ലിക്കൻ പൊസിഷൻ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് കൊണ്ടും കൂടിയാണ് ഈ റോ വേഴ്സസ് വെയ്ഡ് റിപ്പീൽ ആയത്, അതായത് അബോർഷൻ റൈറ്റ്സ് കുറഞ്ഞത്. ഫെഡറൽ അബോർഷൻ പ്രൊട്ടക്ഷൻ ആണ്, നാഷണൽ വൈഡ് പ്രൊട്ടക്ഷൻ ആയിരുന്നു ഈ റോ വേഴ്സസ് വെയ്ഡ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് നാഷണൽ വൈഡ് എൻഫോഴ്സ് ചെയ്ത പ്രൊട്ടക്ഷൻ ആയിരുന്നു അത്. അപ്പൊ ആ നാഷണൽ വൈഡ് എൻഫോഴ്സ് ചെയ്ത പ്രൊട്ടക്ഷൻ എടുത്ത് കളഞ്ഞു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നാഷണൽ വൈഡ് ബാൻ എന്ന തരത്തിൽ അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ലിബറൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റ് സ്റ്റേറ്റ്സ്, ഈ സ്റ്റേറ്റ്സിലൊക്കെ അവർക്ക് ബാൻ ചെയ്യാൻ പറ്റില്ല. അവർ സ്റ്റേറ്റിനായിരിക്കും പവർ കൂടുക. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിലുള്ള ഡെമോക്രാറ്റ് അല്ലെങ്കിൽ ഈ അബോർഷനിൽ വിശ്വസിക്കുന്ന അബോർഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈഡ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമാണ് അബോർഷനായിട്ട്? അത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഹൈഡ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞ അമെന്റ്മെന്റിനെ പറ്റി എനിക്ക് അറിയില്ല. മേ ബി വായിച്ചിട്ടുണ്ടാവും. പക്ഷെ മെയിൻലി റോ വേഴ്സസ് വെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ മെയിൻ ആയിട്ട് ഞാൻ നോക്കിയുള്ളൂ. ചിലപ്പോൾ ഞാനൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു സംഭവം കണ്ടിരുന്നു. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പബ്ലിക് മണി ഉപയോഗിച്ചുകൊണ്ട് അബോർഷന് കൊടുക്കാന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. അതായത് ജനങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ച് അത് ഫണ്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു സംഭവം. അതിന് ഞാനും എതിരെ തന്നെ. അപ്പൊ ജനങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ച് അബോർഷൻ ഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് സെയിം ടൈം ഞാൻ അബോർഷൻ റൈറ്റ്സിന് ഭയങ്കര ഒരു റാഡിക്കൽ ലിബറൽ പല ഈ ലിബർട്ടേറിയൻ പൊസിഷനിലും ഞാനും എതിർക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈവൻ നമ്മളുടെ അർജന്റീനയിലെ മിലെ പോലും അബോർഷൻ എതിരായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അത് അതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിനൊരു റിലീജിയസ് എലമെന്റ് അതിനകത്ത് വരുന്നു എന്നുള്ളതാണ്. പല റിപ്പബ്ലിക്കൻസിന്റെ അവരുടെ മോറൽ വാല്യൂസ് തീരുമാനിക്കുന്നത് അതാണ്. അപ്പം നമുക്ക് ആ ഒരു റിലീജിയസ് ഇത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പം അത് കാണാൻ പറ്റുന്നത്. കാരണം എന്താണ് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരാൾ ജനിച്ച് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അല്ലാതെ ഒരു ഭ്രൂണമായിരിക്കുന്ന അവസ്ഥയിൽ അത് ഒരു എൻറ്റിറ്റി അല്ല. അപ്പൊ അതിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നില്ല ഈ പ്രോ ലൈഫ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വരുന്നത്. അതൊരു ആത്മാവാണ്, അത് സ്പിരിറ്റ് ആണ്, അത് ദൈവം തന്നതാണ് എന്നൊക്കെ വരുമ്പോഴാണ് ഇവര് ആ ഒരു കോൺഫ്ലിക്ട് അവിടെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ലിബർട്ടേറിയൻ പൊസിഷനിൽ തന്നെ രണ്ട് ഒരു എഡ്ജ് കേസസ് അവിടെ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു റിലീജിയസ് എലമെന്റ്സ് ആണ്. അപ്പം ഒരു കൺസർവേറ്റീവ് സൈഡ് അതിലേക്ക് വരുന്നതാകാം, അല്ലെ? അല്ല, അതിൽ ചെറിയൊരു ഡിഫറൻസ് ഓപ്പൺ ഉണ്ട്. അപ്പൊ ലിബർട്ടേറിയൻ സൈഡിൽ എങ്ങനെയാണ് ഈ പ്രോ ലൈഫ് വരുന്നതെന്ന് വെച്ചാൽ, റിലീജിയൻ അകറ്റി നിർത്തിയാൽ പോലും നമ്മൾ ആഫ്റ്റർ ഓൾ ഒരു ലൈഫ് ഫോമിനെ നമ്മൾ ഡെസ്ട്രോയ് ചെയ്യുമ്പോൾ അതിലൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ വരുന്നില്ലേ? ഇപ്പൊ ലൈഫ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഫീറ്റസ് ഉണ്ടാവുന്ന കുഞ്ഞു വളർന്നു വരുന്ന ഫീറ്റസ് ഒരു ഈവൻ 6 വീക്സിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വീക്സ് മുതൽ ഒരു ലൈഫ് ഫോം ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് നമുക്ക് ടെക്നിക്കലി വാദിക്കാം. അപ്പൊ വൺസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നത് ഒരു ജീവൻ നശീകരണമല്ലേ, ജീവന്റെ ഒരു നശീകരണമല്ലേ? ആ ഒരു രീതിയിൽ നിന്നാണ് ഈ പ്രോ ലൈഫ് റിലീജിയസ് ആർഗ്യുമെന്റ്സ് അല്ലാത്ത കുറെ ആൾക്കാർ ഇത്തരം കാര്യത്തിൽ വാദിക്കുന്ന ആൾക്കാരുണ്ടാവുന്നത്, റിലീജിയസ് അല്ലാത്ത ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ബേസ് കിടക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം
ഒരു ആൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ മുമ്പ് അമ്മയുടെ പാർട്ട് തന്നെയാണല്ലോ കുട്ടി എന്ന് പറയുന്നത്. കുട്ടി ആകണമെങ്കിൽ കുട്ടി ആയി തീരണം, എന്നാൽ മാത്രമേ ആകുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് എത്രത്തോളം റിലീജിയസ് ഇതുണ്ടെന്നുള്ളത്. എന്തായാലും നമ്മളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡെമോക്രാറ്റിക് ഇതിന്റെ ഇതാണ്. ഈ ഞാൻ അത് ഡെമോക്രാറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സപ്പോർട്ടാണ്. കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തോട്ടെ. നമ്മൾ പലപ്പോഴും റൈറ്റ് വേഴ്സസ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ നമ്മള് പലപ്പോഴും റൈറ്റ് സൈഡ് എന്നൊക്കെ പറയുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ലെഫ്റ്റ് പറയുന്ന കാര്യത്തിനോട് ആണ് നമ്മൾ യോജിച്ചു പോകാറ്. പക്ഷെ ഈ പറയുന്നത് പോലെ രണ്ട് സൈഡിലാക്കിയിട്ട് ചിന്തിക്കുന്നവർ അതൊന്നും ചിത്രീകരിക്കില്ല. ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതെ. അപ്പൊ ഈ അബോർഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കേസാണ്. പിന്നെ അബോർഷനിൽ റിപ്പബ്ലിക്കൻ ഈ പോളിസി പോലെ തന്നെ ഒരുപക്ഷെ ട്രംപിന് വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ രീതിയിലാണ്. എന്നാലും വളരെ മോശമായ ട്രംപ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2016 നവംബറിൽ ട്രംപ് ഫസ്റ്റ് അധികാരമായിട്ടല്ലോ. അതിനുശേഷം ട്രംപ് നെക്സ്റ്റ് ഇലക്ഷൻ ട്രംപ് നിന്നിരുന്നു. ട്രംപ് ബൈഡനെതിരെ മത്സരിച്ച ഇലക്ഷനാണ് നെക്സ്റ്റ് ഇലക്ഷൻ ഉണ്ടായത്. ബൈഡൻ ജയിച്ചു. അത് ബേസിക്കലി കോവിഡിന്റെ ഒരു തീമിലായിരുന്നു അത് നടന്നിരുന്നത്. കോവിഡ് വന്നു, അങ്ങനെ കുറെ ഡയറക്റ്റ് ഫിസിക്കൽ വോട്ടിംഗ് കുറെയൊക്കെ നിയന്ത്രിതമല്ല, പക്ഷെ എന്നാലും കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കുറെ ഈ കോവിഡിന്റെ ഫിയേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ അങ്ങനെ എൻവയോൺമെന്റിൽ ഇലക്ഷൻ നടന്നു. അപ്പൊ എല്ലാവരും അധികവും വിചാരിച്ചിരുന്നത് ഈ വോട്ടർ ടേൺ ഔട്ട് വോട്ടേഴ്സിന്റെ എണ്ണം കുറച്ച് കുറയുമെന്നായിരുന്നു അധികം ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നേരെ മറിച്ച് അവിടെ വോട്ടർ ടേൺ ഔട്ട് വളരെയധികം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് റിപ്പബ്ലിക്കൻസിന് വളരെ ഒരു അടിയാണ് അവിടെ സംഭവിച്ചത്. പൊതുവെ അവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ആണെന്നില്ല, പക്ഷെ പൊതുവെ വോട്ടർ ടേൺ ഔട്ട് കൂടുന്നത്, അതായത് ആസ് എ പെർസെന്റേജ് ഓഫ് വോട്ടേഴ്സ് ഒരു 70-77 അങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരുന്ന ഡെമോക്രാറ്റ്സിന് ഗുണവും, എന്നാൽ അത് കുറച്ച് കുറയുകയും ചെയ്ത റിപ്പബ്ലിക്കൻസിന് ഗുണവുമാണ് പൊതുവെ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് കുറെയൊക്കെ ഉദ്ദേശിച്ചിരുന്നത് ഇത് കുറയും. പിന്നെ ഡെമോക്രാറ്റ്സ് അത് കൂട്ടാൻ നല്ല പോലെ, കാരണം ഇപ്പൊ ഫിസിക്കൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഫിസിക്കലി വോട്ട് ചെയ്യുന്നതിന് ചില കോവിഡ് പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ അവർ കുറെ നല്ല പോലെ പോരാടി അവർ കുറെ ഇത് നേടിയെടുത്തു. അപ്പോൾ ആൾക്കാർക്ക് ഇലക്ട്രോണിക്കലിയും അല്ലെങ്കിൽ ദൂരെ നിന്നും മെയിലും ചെയ്തിട്ടും ഒക്കെ വോട്ട് ചെയ്യാൻ ഉള്ള കുറെ എന്തൊക്കെ സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചു. അങ്ങനെയാണ് കുറെ അധികം പേരെ ഇതിലേക്ക് കൊണ്ടുവന്നത്, ടേൺ ഔട്ട് കൂട്ടി. അപ്പൊ അപ്പൊ ഇങ്ങനെ ടേൺ ഔട്ട് കൂടി ബൈഡന് നല്ല ഒരു 4 മില്യൺ അങ്ങനത്തെ ഒരു വോട്ട്സിന്റെ എക്സ്ട്രാ ഇത് കിട്ടി. ആൻഡ് റിപ്പബ്ലിക്കൻസ് വേണേൽ വാദിക്കാം ഡെമോക്രാറ്റ്സ് ഇങ്ങനെ ചെയ്ത് ശരിയല്ല, എന്നിട്ട് അവർ കുറെയൊക്കെ ആ മെഷേഴ്സ് ഒക്കെ തിരിച്ചു മാറ്റുകയും ചെയ്തു കേട്ടോ ഇപ്പൊ വന്ന ഇലക്ഷൻ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ഇലക്ഷൻ റിസൾട്ട് ട്രംപ് കഴിയുന്നതും അത് ഫസ്റ്റ് അംഗീകരിച്ചില്ല എന്നുള്ളത് പോട്ടെ, അംഗീകരിക്കാതെ ഇരുന്നത് മാത്രമല്ല ട്രംപ് അത് ഓവർടേൺ ചെയ്യാൻ നോക്കി. ബേസിക്കലി അത് അസാധുവാക്കാൻ നോക്കിയിരുന്നു. നല്ലൊരു ശ്രമം നടത്തിയിരുന്നു. അത് അസാധു ആണെന്ന് സ്വയം പറയുന്നത് മാത്രമല്ല, വൈസ് പ്രസിഡന്റിനെ കൊണ്ട് വൈസ് പ്രസിഡന്റ്, അതായത് മൈക്ക് പെൻസ് ആയിരുന്നു ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്, സിറ്റിംഗ് വൈസ് പ്രസിഡന്റ്. മൈക്ക് പെൻസിനെ കൊണ്ട് പിന്നെ കുറെ സെനറ്റേഴ്സ്, റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സിനെ കൊണ്ടും എല്ലാരെ കൊണ്ടും ഇത് അസാധുവാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സീരിയസ് എഫേർട്ട് ട്രംപ് നടത്തിയിരുന്നു. ഭാഗ്യവശാൽ ഫോർ അമേരിക്കൻ ഡെമോക്രസി മൈക്ക് പെൻസ് അത് സമ്മതിച്ചില്ല. മൈക്ക് പെൻസ് വാദിച്ചു. മൈക്ക് പെൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു അധികാരം ഇല്ലെന്ന് മൈക്ക് പെൻസ് പറഞ്ഞതുകൊണ്ട് അധികം പ്രശ്നമില്ലാതെ ഇലക്ഷൻ അങ്ങനെ കൺസീഡ് ചെയ്യേണ്ടി തന്നെ വന്നു അവസാനം. അതായത് കൺസെഷൻ അല്ല, ട്രംപ് പിന്നെ പോലും സമ്മതിക്കുന്നില്ല. ഇപ്പൊ പോലും ട്രംപ് അന്ന് തോറ്റു എന്ന് അംഗീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോവേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായത് മൈക്ക് പെൻസിന്റെ സഹകരണമില്ല. എന്നിട്ട് മൈക്ക് പെൻസിനെ ഹാങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് സപ്പോർട്ടേഴ്സ് അവിടെ പോയി കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി. ജാനുവരി 6 ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ജാനുവരി 6 റയോട്ട്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസോൾട്ട് എന്നൊക്കെ നല്ല ഫേമസ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ പേരിലാണ് അവിടെ കുറെ കോലാഹലം ഉണ്ടായിരുന്നത്. ആൻഡ് ട്രംപ് ആ കാര്യത്തിൽ ചെയ്ത വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അമേരിക്കയിലെ ഡെമോക്രസിയുടെ ഒരു ട്രഡീഷൻ തന്നെയാണ് അത് നല്ലപോലെ സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇപ്പം അവർക്ക് ശിക്ഷയിളവ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അതുകൊണ്ട് റയോട്ടേഴ്സിനെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആൾക്കാരെ വിട്ടയക്കൽ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആഫ്റ്റർ സംഭവം ഫസ്റ്റ് മൂപ്പർ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോബ്ലം. പിന്നെ അവരെ വിട്ടയക്കാൻ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉപയോഗിച്ചു, പാർഡൺ കൊടുത്തു. എല്ലാ പ്രൊട്ടസ്റ്റേഴ്സ് അല്ലെങ്കിൽ വയലന്റ് അല്ലാത്തവർക്ക് എല്ലാവർക്കും പാർഡൺ കൊടുത്തു എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ആ കാര്യത്തില് ബൈഡൻ വളരെ മാന്യമായിട്ട് ഇലക്ഷൻ തോറ്റപ്പം ഭരണം വളരെ മാന്യമായിട്ട് കൊടുത്തു. ട്രംപിന് ശരിക്കും ഒരു മാറ്റർ ഓഫ് എക്സ്ട്രീം ഷെയിം ആവേണ്ട ഒരു കാര്യമാണ് ആ ഒരു വിഷയം. പക്ഷെ ബൈഡന്റെ കാര്യത്തിലും പുള്ളി അവസാനത്തെ ദിവസം പുള്ളിന്റെ റിലേറ്റീവ്സിനൊക്കെ അൺകണ്ടീഷണൽ ആയിട്ട് പാഠം കൊടുത്തു. അതെ, ബൈഡനും ഒരുപാട് പാഠം കൊടുത്തു. ബൈഡന്റെ മകനും പുള്ളി കൊടുത്തു എന്നൊക്കെയുണ്ട്. പിന്നെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ പേര് ഞാൻ മറന്നുപോയി, ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ട് എന്താണ് പുള്ളിയുടെ പേര്, ഫൗച്ചിക്കൊക്കെ യാതൊരു തരത്തിലുള്ള പണിഷ്മെന്റും കിട്ടാത്ത തരത്തിലുള്ള രീതിയിലൊക്കെ പുള്ളി മുൻകൂർ പാർഡനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്.
അല്ലേ? അതെ അതെ, പാർഡൻ എന്ന് പറയുമ്പോൾ മുൻകൂറായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഉണ്ട് ഉണ്ട്. നിങ്ങൾ ഒരു കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു കോർട്ട് വേർഡിക്റ്റ് വന്നു എന്നുള്ള സ്ഥിതി പോലും വേണ്ട, അതിന് മുമ്പ് തന്നെ അല്ല ആക്ച്വലി എന്താ പറയാ, മുൻകൂർ അങ്ങനെയുള്ള ജാമ്യം പോലെ. കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് തീരെ ഉണ്ടാവില്ല. ഇല്ല, അത് എന്തിനാണ് ഈ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഒരു കോർട്ടിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പ്രസിഡന്റിന് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് അത് എത്ര അല്ലേ? സ്വന്തം മകനെ ഇനിയും കേസ് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് പറ്റില്ലാത്ത തരത്തില് കുഴപ്പങ്ങളൊന്നും വരാത്ത തരത്തിൽ ഒരാള് എഴുതി വെച്ചിട്ട് പോകുക എന്നൊക്കെ പറയുന്നത് അത് വളരെ മോശമാണ്. അത് അതെ. എന്തൊക്കെ പറഞ്ഞാലും അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മള് പക്ഷെ ട്രംപ് കൊടുത്ത വേറൊരു പാർഡനെ പറ്റിയിട്ട് പറയേണ്ടിയിരിക്കുന്നു. റോസ് പാർഡൻ എന്ന് പറഞ്ഞ സംഭവം അല്ലെ വിഷ്ണു? നമ്മളുടെ ലിബർട്ടേറിയൻ അതെ ആയിട്ടുള്ള റോസ്, അതിനെ പറ്റിയിട്ട് കൂടെ പറയേണ്ടിയിരിക്കുന്നു. അതെ ഈ പാഠം വിഷയത്തിൽ ആക്ച്വലി ട്രംപ് ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് ആക്ച്വലി ഈ റോസിന്റെ പാഠമായിരിക്കും. റോസ് ഉൾറിച്ച് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരൻ ആക്ച്വലി 2013 പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതാണ്. പുള്ളിക്കാരൻ ചെയ്ത് തെറ്റെന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു സിൽക്ക് റോഡ് സിൽക്ക് റോഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഡാർക്ക് വെബ് പോലെ ഒരു മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തു. അവിടെ ആളുകൾക്ക് എന്തും ഓൺലൈൻ അല്ലെ? വാങ്ങാനും വിൽക്കാൻ അതെ ഓൺലൈനായിട്ട് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട്. മാത്രമല്ല അതിൽ പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആണ്. ആരാണ് വാങ്ങുന്നത് വിൽക്കുന്നതെന്നും അതിൽ അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം അവര് ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ വാങ്ങുന്ന വിൽക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് പുള്ളിക്കാരനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അവിടെ മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ ബാക്കിയുള്ള ആളുകൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ആ മാർക്കറ്റ് പ്ലേസിലൂടെ ഭാഗം വിൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുള്ളിക്കാരന് ആജീവനാന്തം ജയിലിലിടാനുള്ള ഓർഡർ കൊടുത്തു. 2015 പുള്ളിക്കാരൻ ആജീവനാന്തം ജയിലിലിട്ടുകയും ചെയ്തു. അപ്പം അത് ആക്ച്വലി ഫസ്റ്റ് ടൈം ഒഫൻഡർക്ക് ആജീവനാന്തം അതും ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്ത ഒരു കുറ്റത്തിന് ആജീവനാന്തം ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ളൊരു ശിക്ഷയാണ് കൊടുത്തത്. അപ്പം അതിന്റെ പേരിൽ പുള്ളിക്കാരൻ ഇപ്പം 10 വർഷത്തോളം ജയിലിൽ കടന്നു. അപ്പം അതിനെതിരെ ആക്ച്വലി ഒരുപാട് ആളുകൾ പുള്ളിക്കാരനെ ഫ്രീ ചെയ്യണം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നുണ്ടായി. അപ്പം അത് ട്രംപ് കേൾക്കുക ആക്ച്വലി ട്രംപ് അതിന് പുള്ളിക്കാരൻ അൺകണ്ടീഷണൽ ആയിട്ട് പാർഡൺ കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഈ റോസ് ഇപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ബേസിക്കലി നമ്മളിപ്പോ ഒരു മാർക്കറ്റ് പ്ലേസ് ഇപ്പൊ ഞാനിപ്പോ ഒരു കത്തി ഉണ്ടാക്കി, ആ കത്തി കൊണ്ട് വേറെ ആള് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അത് വെച്ച് ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കുക എന്നുള്ള പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ഈ കാര്യം ചെയ്തത്. കാരണം പുള്ളിക്കാരൻ നേരിട്ടൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇല്ലീഗലായിട്ട് ഇപ്പം ഡ്രഗിന്റെ ഒക്കെ ഇല്ലീഗലൈസ് ചെയ്യണോ എന്നുള്ള വിഷയം വേറെ വരുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഡയറക്ട്ലി ഇൻവോൾവ് ആകാത്ത ഒരു കുറ്റത്തിന് ആജീവനാന്തം അതും ആദ്യമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാൾ ആജീവനാന്തം ജയിലിടുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് റൈറ്റ്ഫുള്ളി പുള്ളിക്കാരൻ കൊടുത്ത പാഠൽ വളരെ നല്ല ഒരു പാഠനാണ് എന്ന് വേണമെങ്കിൽ റോസിന്റെ ഒരു പാഠം പറയാം. അപ്പം ഈ നമ്മൾ റോസ് പാർഡനിനകത്ത് നമ്മൾ കണ്ടത് റോസിനെ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ വേട്ടയാടുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ട്രംപ് ഇതേപോലെ ഗവൺമെന്റിന്റെ വേട്ടയാടല് നേരിട്ട ഒരാളാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം അതിൽ കുറെയൊക്കെ സത്യമുണ്ട്. കാരണം ട്രംപിനെ അങ്ങനെ അമിതമായി വേട്ടയാടിയതിന്റെ പേരിലുള്ള സിമ്പതിയുടെ വോട്ടും ട്രംപിന് കിട്ടി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ട്രംപ് ചെയ്ത ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഏജൻസീസിനെ വെപ്പണൈസ് ചെയ്യുന്ന പരിപാടി ഇനി പാടില്ല എന്നുള്ള രീതിയിലാണ്. അത് ഈ പറയുന്ന പോലെ റോസിന്റെ കാര്യത്തിലാണെങ്കിലും ട്രംപിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ മറ്റ് ആർക്കെതിരെയും ഗവൺമെന്റ് ഏജൻസീസിനെ വെപ്പണൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ പാടില്ല. അതായത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത്. ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ പ്രത്യേകിച്ച് ട്രംപിന്റെ കാര്യം തന്നെയാണ് വിശദീകരിക്കുന്നത്. ട്രംപിനെ വേട്ടയാടിയ കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാലും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടുള്ള കാര്യം. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമുക്കറിയാലോ അമേരിക്കയിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഇൻ പേപ്പർ അങ്ങനെ തന്നെയാണ്. പല കേസുകളിലും അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള സംഭവം അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഗവൺമെന്റിന്റെ പല നടപടികളും അതിനെതിരെയാണ്. അങ്ങനെ പാടില്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും കൂടെ ട്രംപ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ആ കാര്യങ്ങളും അതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഓവർ റീച്ച് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അത് പറയുമ്പം പറയേണ്ട ഒരു കാര്യമാണ് ഫേസ്ബുക്കിന്റെ ഒരു കാര്യം. ഫേസ്ബുക്കിന്റെ മാർക്ക് സുക്കർബർഗ് ഈ അടുത്തിടയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് പല കാര്യങ്ങളിലും ഒരു സെൻസർഷിപ്പ് പോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളിലൊക്കെ
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നടത്തുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പം അത് ഒരു പരിധി വിട്ടതിന് ശേഷം അവർ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പലതരത്തിലുള്ള വേട്ടയാടലുകളും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്നും മാർക്ക് സക്കർബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത് പ്രത്യേകിച്ചും കോവിഡിന്റെ കാര്യത്തിലാണ്. അപ്പൊ കോവിഡിന്റെ കാര്യത്തിൽ പല ഇൻഫർമേഷൻസ് ഗവൺമെന്റ് വിചാരിക്കുന്ന ഇൻഫർമേഷൻസ് മാത്രം പറഞ്ഞാൽ മതി, അല്ലാത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അനുവദിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള രീതിയിൽ അങ്ങനെ ചെയ്യില്ല എന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇവരെ പലതരത്തില് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വേട്ടയാടി എന്നുള്ളതാണ് മാർക്ക് സക്കർബർഗ് പറഞ്ഞത്. അപ്പം എന്തായാലും ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് വ്യക്തമാണ് ഈ ഫ്രീ സ്പീച്ചിന് കുറച്ച് നാളായിട്ട് വളരെ മോശപ്പെട്ട സമയമായിരുന്നു എന്നുള്ളത്. അപ്പം ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ അത് നല്ല രീതിയിൽ നടപ്പിലാകുകയാണെങ്കിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ റൈറ്റ് അവർക്ക് വീണ്ടും കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡിസ്കസ് ചെയ്തത് ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ പല പോളിസീസും അതിന്റെ നമ്മൾ അനുകൂലിക്കുന്നതും നമ്മൾ വിമർശിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നതിന്റെ അപ്പുറത്തായിട്ടുള്ള പല പോളിസികളും ഇനി സംസാരിക്കാനുണ്ട്, പലതും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിലും തുടർന്നുള്ള എഴുത്തിലും ഒക്കെ അത് നമുക്ക് തുടർന്ന് ചെയ്യാം. അപ്പൊ ഇത്രയും നേരം സംസാരിച്ച രോഹിത്തിനും വിഷ്ണുവിനും നന്ദി. നന്ദി അഭിലാഷ്, താങ്ക് യു അഭിലാഷ്. നന്ദി വ്യൂവേഴ്സ്.